ചിക്കൻ ബ്രെഡ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. വളരെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡും അതിനുള്ളിലൊരു ചിക്കൻ ഫില്ലിങ്ങും. ഇനി ചിക്കൻ കഴിക്കാത്തവരാണെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട. ഇതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഫില്ലിംഗ് ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ ഒരു തവണ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. അവരെ ഹാപ്പിയാക്കാൻ ഇതിൽ പരം ഇനി എന്താ വേണ്ടത്? ഇനി ചിക്കൻ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുക. ഇത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ്. വലിയ ഈസ്റ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാദ്യം അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം ചെറിയ ചൂടുവെള്ളവും ഒഴിച്ചു കൊടുക്കുക. ചൂട് ഒരുപാട് കൂടരുത്. നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈസ്റ്റ് നല്ലോണം പൊങ്ങി വരും. കണ്ടോ, 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഈസ്റ്റ് ഇത്രയും പൊങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി മാവ് മിക്സിങ്ങിൽ തന്നെ പൊങ്ങി വന്നോളൂ. മിക്സ് ചെയ്യാനായിട്ട് 2 കപ്പ് 240 ml ഈ കപ്പിൽ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദ ഒഴിവാക്കണം എന്നുള്ളവർ ആട്ട ഉപയോഗിച്ച് ചെയ്ത് നോക്കിക്കോളൂ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത് ബേക്കിംഗ് പൗഡറാണ്, 1 ടീസ്പൂൺ ചേർക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പൊങ്ങിയ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി മിൽക്ക് പൗഡർ ഇല്ല എന്ന് കരുതി ചിക്കൻ ബ്രെഡ് ഉണ്ടാക്കാതിരിക്കേണ്ട, എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുമെന്ന് മാത്രം. ഇത് 1/2 കപ്പ് പാലാണ്. ഇത് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഇനി പാല് മതിയായിട്ടില്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ. പക്ഷെ മൈദ ആയതുകൊണ്ട് കയ്യിലൊക്കെ നല്ലപോലെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ അല്പം എണ്ണ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിനാണ് ഞാൻ ബൗൾ മാറ്റുന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴും അല്പമൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് മുകൾ ഭാഗത്തും അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 1 മണിക്കൂർ ഒന്ന് സെറ്റാവാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് ഫിലിം കൊണ്ടോ ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് റെഡിയാക്കാം. ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അവോയ്ഡ് ചെയ്യുക. 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഈ ഒരു ഫില്ലിങ്ങിന് അങ്ങനെ കറക്റ്റായിട്ടൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് രീതിയിലും ഫില്ലിംഗ് റെഡിയാക്കാം. ഒരു രീതി ഞാൻ കാണിക്കുന്നു എന്ന് മാത്രം. ഞാനൊരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ അതും ചേർക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോ ക്യാപ്സിക്കമോ മല്ലിയിലയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. കൂടുതലൊരു ചീസി ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ചീസ് ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഈ സവാള ഒന്ന് ബ്രൗൺ നിറമായി വരട്ടെ. ഒരുപാട് ബ്രൗൺ ആവണ്ട, ഒന്ന് നല്ലോണം വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഞാൻ വളരെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. ഇത് ഉപ്പ് മാത്രം പുരട്ടി ഒന്ന് വേവിച്ചെടുത്തതാണ്. ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതാണ്. അത് കഴിഞ്ഞ് അതങ്ങ് ഷ്രെഡ് ചെയ്തെടുത്തു. അത് നമുക്ക് ഈ സവാളയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക.
കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറച്ച് മുമ്പിട്ട് നിൽക്കുന്നത് നന്നായിരിക്കും. 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഒട്ടും ഒഴിവാക്കരുത് എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒറിഗാനോ ആണ്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്ലേവർ തരും. നല്ല ഒരു സ്മെല്ലും ഒക്കെ ഉണ്ട്. ആ ഒരു പിസ്സയുടെ ഒക്കെ ടേസ്റ്റ് തരും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കണ്ട. പിന്നെ ചേർക്കേണ്ടത് മൈദയാണ്. 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാലിൽ കിടന്ന് ആ മൈദ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. നല്ലൊരു ടെക്സ്ചർ ഈ ഫില്ലിങ്ങിന് തരും. ഇനി ഇതിന് പകരം വേണമെങ്കിൽ കൂടുതൽ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. ഞാനിവിടെ ചീസ് ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ഫില്ലിംഗ് റെഡിയാണ്. ഇനി മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ സമയമാണ് വെച്ചത്. 2 മണിക്കൂറൊക്കെ വെച്ചാൽ ഇതിലും കൂടുതൽ പൊങ്ങി കിട്ടും. ഇത്രയും മതി. ഞാൻ ഈ ഒരു ടൈലിൻ്റെ പീസിലേക്കാണ് ഇത് മാറ്റുന്നത്. അല്പം പൊടി തൂവി ഒന്നുകൂടി കുഴച്ചെടുക്കും. ഇനി നമ്മുടെ ചപ്പാത്തിയുടെ കോലിൽ അല്പം എണ്ണ തടവിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഈ മാവ് ഒന്ന് പരത്തി, വല്ലാതെ തിക്നെസ് ഒന്നും കുറയ്ക്കണ്ട. ഒരു ഓവൽ ഷേപ്പിൽ പരത്തുക. ഒരു 1/2 ഇഞ്ച് തിക്നെസ്സൊക്കെ വേണം. ഏതായാലും ബേക്ക് ചെയ്ത് വരുമ്പോഴേക്കും നല്ലൊരു കട്ടിയൊക്കെ വരും. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഇതുണ്ടാക്കാൻ വളരെ രസമാണ്. കഴിക്കാൻ അതിലേറെ രസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത. ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നടുഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇനി അത്രയും സമയം നിങ്ങൾക്കില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. 4 സൈഡും അങ്ങ് ഫോൾഡ് ചെയ്ത് സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്താലും മതി. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതൊരു നല്ല ഭംഗിയിൽ വരും. അങ്ങനെ നമ്മുടെ ചിക്കൻ ബ്രെഡ് ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് അല്പം പാല് തടവി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും. പാലോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയോ ആവാം. ഒരല്പം കറുത്ത എള്ളു കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക്. കറുത്ത എള്ളോ വെളുത്ത എള്ളോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇത് നമ്മുടെ ഒരു ഓവൻ സെറ്റപ്പിലേക്ക് മാറ്റുകയാണ്. ഞാനിതുപോലൊരു പ്ലേറ്റിലേക്കാണ് ഇത് എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ പാത്രത്തിൽ ഇറക്കി വെക്കാനുള്ള സൗകര്യത്തിന്. ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രമാണ്. നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം. അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. എനിക്കിതൊരു 1/2 മണിക്കൂർ സമയമെടുത്തു ബേക്കായി കിട്ടാൻ. കണ്ടോ, കട്ട് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റായിട്ടാണ് കട്ടാവുന്നത്. അകത്തെ ഫില്ലിങ്ങുമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. കഴിക്കുമ്പോൾ ടേസ്റ്റ് അപാരമാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായവും പറയണം. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഇതുപോലെ ചില വെറൈറ്റി റെസിപ്പീസ് കൊണ്ടാവട്ടെ.